തിരക്കുന്നു. എന്താണ് ഡയസ് ഇറേ? ഡയസ് ഇറേ രാഹുൽ സദാശിവൻ, പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്ന ദിവസം മുതൽ മലയാളികൾ തിരയുന്ന വാക്കാണ് ഡയസ് ഇറേ എന്നത്. എന്താണ് ശരിക്കും ഡയസ് ഇറേ? ക്രോധത്തിന്റെ ദിനം എന്നറിയപ്പെടുന്ന ഒരു ലാറ്റിൻ വാക്കാണ് ഡയസ് ഇറേ എന്നുള്ളത്. എന്താണ് ക്രോധത്തിന്റെ ദിനം എന്ന് ചോദിച്ചാൽ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ്. 12ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എഴുതപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ സങ്കീർത്തനമാണ് ഡയസ് ഇറേ. ന്യായവിധിയുടെ ദിനത്തിൽ മാലാഖമാർ മരണപ്പെട്ടവരെയും ജീവിച്ചിരിക്കുന്നവരെയും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നിലേക്ക് കൽപ്പിച്ച് വിളിക്കുന്നു എന്ന ക്രിസ്തീയ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സങ്കീർത്തനം. സ്വർഗത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ യാത്ര എന്ന് വിധി എഴുതപ്പെടുന്നത് എന്നാണ് സങ്കല്പം. ഡയസ് ഇറേ എഴുതിയത് സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യനായ തോമസ് ഓഫ് സെലാനോയാണ്. ഈ സങ്കീർത്തനം റോമൻ കാത്തലിക് ചർച്ച് മരണാനന്തര ചടങ്ങുകളിൽ ആലപിച്ചിരുന്നു. മനുഷ്യന്റെ നിത്യതയും മാനസാന്തരവും ഈ ഈണത്തിൽ ഓർമ്മിക്കപ്പെട്ടിരുന്നു. എന്നാൽ 2ാം വത്തിക്കാൻ കൗൺസിൽ ഡയസ് ഇറയെ ആരാധനക്രമത്തിൽ നിന്നും ഒഴിവാക്കി. ഡയസ് ഇറയ്ക്കും ഡയസ് ഇറേ മെലഡിക്കും പ്രത്യേക ഈണമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മീറ്ററോ അവകാശപ്പെടാനില്ല. വെളിച്ചത്തിൽ നിന്നും ഇരുളിന്റെ കയത്തിലേക്ക് കൂപ്പ് കുത്തുന്നത് പോലെ ആ ഈണം താഴ്ന്നു വരും. പ്രണവ് മോഹൻലാൽ നായകനായി ഇന്നലെ അർദ്ധരാത്രി മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്ന ചിത്രമാണ് ഡയസ് ഇറേ ദ ഡേ ഓഫ് റാത്ത്. റെഡ് റെയിൻ, ഭൂതകാലം, ബ്രഹ്മയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകനായ രാഹുൽ സദാശിവൻ കഥയും തിരക്കഥയും ഒരുക്കി സംവിധാനം ചെയ്യുന്ന 4ാമത്തെ ചിത്രമാണ് ഡയസ് ഇറേ. മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ മുന്നിൽ അഭിമാനത്തോടെ കാഴ്ചവെക്കാനാകുന്ന ഒരു ഹൊറർ ചിത്രമാണ് ഡയസ് ഇറേ. പ്രേക്ഷകന്റെ മനസ്സിലെ ഭയമെന്ന വികാരത്തെ പരമാവധി ചൂഷണം ചെയ്യുന്ന മേക്കിംഗ് ആണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തിയേറ്ററിനുള്ളിലെ വലിയ സ്ക്രീനിൽ തെളിയുന്ന ദൃശ്യങ്ങളും ശബ്ദ ക്രമീകരണവും ഒത്തുചേർന്ന് ഭയാനക കാഴ്ചകളുടെ പുതിയൊരു അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയാണ് ചിത്രം ചെയ്യുന്നത്. ഈ ചിത്രം അനൗൺസ് ചെയ്ത നാൾ മുതൽ മലയാളികൾ അന്വേഷിക്കുന്ന വാക്കാണ് ഡയസ് ഇറേ എന്നുള്ളത്. എന്താണ് ഡയസ് ഇറേ? ഡയസ് ഇറേ എന്നത് ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ ഭാഷയാണ്. നമ്മൾ മലയാളികൾക്ക് പക്ഷേ സുപരിചിതമായ മറ്റൊരർത്ഥം ഈ വാക്കിനുണ്ട്. ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ചുള്ള അന്ത്യവിധി അഥവാ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയപ്പെടുന്ന മരണാനന്തരമുള്ള വിധി ന്യായത്തെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. ലോകം തീനാളങ്ങളിൽ നശിക്കുന്നതിനെ കുറിച്ചും യേശുക്രിസ്തു ഒരു ന്യായാധിപനായി വന്ന് സ്വർഗവും നരകവും രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾക്കനുസരിച്ച് ആത്മാക്കളെ വിധിക്കുന്നതിനെ കുറിച്ചും ഭയഭക്തിയോടെ ഈ ഗീതത്തിൽ വിവരിക്കുന്നുണ്ട്. അന്തിക്രിസ്തു എന്ന് ക്രിസ്തുമതവും മഹിരാവണെന്ന് ഹൈന്ദവരും ഇബ്ലീസ് എന്ന് മുസ്ലിം വിഭാഗവും വിശ്വസിക്കുന്ന ലോകാവസാനത്തിന്റെ കാരണഹേതുവായ ശക്തിയുടെ വരവിനെ കാത്ത് കല്ലറകളിൽ ഇരുളിൽ കാത്തിരിക്കുന്ന ആത്മാക്കളുടെ മോചന ദിവസത്തെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിച്ചു വരുന്നു. അർത്ഥം എന്തായാലും ആത്മാവ്, നരകം, പിശാച് എന്നീ വാക്കുകളുടെ ആകെ തുകയായി പറഞ്ഞു പോകുന്ന ഡയസ് ഇറേ എന്ന പേരിലിറങ്ങിയ ചിത്രവും പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന മോഹൻ എന്ന കഥാപാത്രത്തിനുണ്ടാകുന്ന അതീന്ദ്രിയമായ ഭയാനക അനുഭവങ്ങളുടെയും അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയും എല്ലാമാണ് പറയുന്നത്. ശബ്ദ ദൃശ്യ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തിയേറ്ററുകളിൽ ഭയം എന്ന വികാരം അതിന്റെ പൂർണ്ണതയോടെ സമ്മാനിക്കുവാൻ ചിത്രത്തിന് സാധിക്കുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. മലയാള ഹൊറർ സിനിമ ഡയസ് ഇറേക്ക് മുൻപും ശേഷവും എന്ന് നാളെ ചരിത്രം അടയാളപ്പെടുത്തിയാൽ അതിൽ അത്ഭുതങ്ങൾ ഏതുമില്ല എന്നതാണ് വാസ്തവം. എല്ലാ പ്രേക്ഷകരും ഏറ്റവും നല്ല തിയേറ്ററുകളിൽ നിന്ന് തന്നെ ചിത്രം കാണാൻ ശ്രമിക്കുക. കാരണം മികച്ച ഒരു തിയേറ്റർ അനുഭവം തന്നെയാണ് ഡയസ് ഇറേ ദ ഡേ ഓഫ് റാത്ത് എന്ന ചിത്രം.